നാളെയല്ലേ ഞങ്ങളുടെ മോന്റെ ഓപ്പറേഷൻ നടത്തേണ്ടത്? അതെ, അദ്ദേഹം ഇപ്പോ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊലപ്പുള്ളിയാണ്. ആ നിലയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടക്കുമോ ഡോക്ടർ? എല്ലാം കാണുന്ന ഈശ്വരൻ. അദ്ദേഹം ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. നിങ്ങളുടെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടക്കുമെന്ന് നാളെ രാവിലെ 8 മണിക്കാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നിശ്ചയിച്ചത്. ദൈവം നിങ്ങളുടെ കുഞ്ഞിനെ കൈപിടിച്ചു. സമാധാനം. ബൈജുവിന്റെ മാതാപിതാക്കന്മാർ നാളെ രാവിലെ ആ കുട്ടിയുടെ ഓപ്പറേഷൻ നടത്തണം. ഈ നിലയിൽ ഏത് നിലയിലായാലും ഈ ഓപ്പറേഷൻ നടന്നു തന്നെ തീരണം. ഇല്ലെങ്കിൽ ആ കുട്ടി ജീവിച്ചിരിക്കില്ല. പക്ഷെ ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണ് I will do it. ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ. ആരാ ഓപ്പറേറ്റ് ചെയ്തത്? ഡോക്ടർ രാജേന്ദ്രൻ. അങ്ങനെ ഞാൻ കൂടി കാട്ടിൽ കയറി. പിന്നാലെ പോലീസും. അവസാനം ഞാൻ സ്റ്റേഷൻ മാസ്റ്റർ വീട്ടിലെത്തി. അവിടെ ജയലക്ഷ്മി ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് സംഭവമെങ്കിൽ രാജേട്ടൻ നേരിട്ട് പോലീസിൽ ഹാജരാകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. പിന്നെന്താ? കുറ്റത്തിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷയിൽ ഒഴിയുന്നത് മറ്റൊരു കുറ്റമാണെന്നും എനിക്കറിയാം. പക്ഷേ ഈ സംഭവത്തോടെ എന്റെ കൊച്ചന്യത്തിയുടെ സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒളിവിലാണെങ്കിൽ ഒളിച്ചെങ്കിലും അവളെ കാണാം. ജയിലിലായാലോ? അതിന് ജയിലിലായിട്ട് വേണ്ടേ? നല്ലൊരു വക്കാലത്തോടു കൂടി ഹാജരായാൽ തീർച്ചയായും ജാമ്യം കിട്ടാതിരിക്കില്ല. കേസ് ബാധിച്ചു കഴിയുമ്പോൾ രാജേട്ടനെ വെറുതെ വിടുകയും ചെയ്യും. കൊലക്കുറ്റം ചെയ്തവനെയോ? എന്തിനു കൊന്നു? സ്വന്തം സഹോദരിയെ ഒരുത്തൻ മാനഭംഗപ്പെടുത്തുന്നത് കണ്ടപ്പോൾ കൊന്നുപോയി. മാപ്പ് തരണം. ഏത് കോടതിയാണ് മാപ്പ് തരാത്തത്? നടന്നതെല്ലാം തുറന്നു പറഞ്ഞാൽ മാത്രം മതി. ഓഹോ, ഇതിനു വേണ്ടിയാണോ ഹാജരാകാൻ പറഞ്ഞത്? എന്റെ ശ്രീദേവിയുടെ ഭാവി നശിപ്പിച്ചിട്ട് എനിക്ക് രക്ഷപ്പെടണ്ട. ശ്രീദേവിയുടെ ഭാവി എങ്ങനെ നശിക്കുന്നു? എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറയേണ്ടത് എന്റെ സഹോദരി ഒരുത്തൻ മാനഭംഗപ്പെടുത്തിയെന്നാണ്. ഈ വിവരം പുറത്തെറിഞ്ഞാൽ അന്തസ്സുള്ള ഏതെങ്കിലും ഒരുത്തൻ എന്റെ അനിയത്തെ വിവാഹം കഴിക്കുമോ? അതിനേക്കാൾ ഭേദം അവനെ കൊന്നുകളയല്ലേ. അപ്പോ പിന്നെ എന്റെ ഭാവിയും രക്ഷയുമൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. എന്റെ സഹോദരിയുടെ ഭാവി, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഈ നിമിഷത്തിലും എന്നെ കുറിച്ച് ആലോചിക്കാൻ രാജേട്ടന് കഴിയുന്നില്ലല്ലോ. എന്തൊരു വിധിയാണ്. ശ്രീദേവിക്ക് വേണ്ടി എന്നെപ്പോഴും ഞാൻ മറക്കുന്നു.
ആ നിലയ്ക്ക് എന്നെ സ്നേഹിക്കുന്നവരുടെ വിധിയെക്കുറിച്ച് പറയണോ? ശ്രീദേവി മോഹൻകുമാറിന്റെ ചികിത്സയിലാണ്. അവളുടെ അസുഖം ഭേദമായാൽ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ അനുയോജ്യനായ ഒരുത്തന് ഞാൻ അവളെ വിവാഹം കഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് പോലീസിൽ ഞാൻ ഹാജരാകും. കൊലക്കുറ്റം ചെയ്തവന് കിട്ടാവുന്ന ശിക്ഷ എന്താണെന്ന് എനിക്കറിയാം. സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. അത് രാജേട്ടൻ, ഞാനോ? അത് ജയ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. നടന്നതെല്ലാം തുറന്നു പറഞ്ഞതും അതിനുവേണ്ടി തന്നെയായിരുന്നു. ഞാനൊരു കൊലപ്പുള്ളിയായത് എങ്ങനെയെന്നറിയാവുന്നവർ രണ്ടുപേരേ ഉള്ളൂ, ഡോക്ടർ മോഹൻകുമാറും ജയലക്ഷ്മി. എന്നെ തൂക്കിക്കൊന്നു കഴിഞ്ഞാലും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കും. സാധുവായ എന്റെ സഹോദരിയുടെ ജീവിതം നിങ്ങൾ തകർക്കരുത്. ഈ രഹസ്യം പുറത്താരോടും പറയരുത്. മോഹൻകുമാർ പറയില്ല, ജയലക്ഷ്മിയും പറയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. അവസാനത്തെ ഉറപ്പ്. അവസാനത്തേതോ ആദ്യത്തേതോ? എന്നെ വിശ്വസിക്കൂ, ഞാൻ ആരോടും പറയില്ല. ആശ്വാസമായി. ഇനി ജയലക്ഷ്മി പറ്റുള്ളൂ. അത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. നമ്മൾ പരിചയപ്പെട്ടു, സ്നേഹിച്ചു. അന്നേ ഞാൻ ആഗ്രഹിച്ചു അങ്ങന്റെ ഭർത്താവാകണമെന്ന്. ഇനി ആ തീരുമാനം മാറ്റാൻ മരണത്തിന് മാത്രമേ കഴിയൂ. എന്റെ മരണത്തിന്? മരണം ആരുടെയും സ്വകാര്യ സ്വത്തൊന്നും അല്ലല്ലോ. ഇത്രയും കാലം ഈ ജീവിതവും കൊണ്ട് ഞാൻ പിന്നാലെ നടന്നു. ഇനിയെങ്കിലും ഇതങ്ങോട്ട് സ്വീകരിക്കണം. സ്വീകരിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞിട്ട് പൊയ്ക്കോളൂ. എന്നാൽ ഇപ്പോഴതൊന്ന് സ്വീകരിച്ചേ പറ്റൂ. ഒരു തപസ്സിന്റെ അവസാനം കാണാനാണ്. സ്വീകരിക്കില്ലേ? മനസ്സിലാകുന്നില്ലല്ലോ. എന്നെ വിവാഹം ചെയ്യണം. വിവാഹമോ? അതെ, വിവാഹം തന്നെ. ഈ കാട്ടിൽ വെച്ചോ? ഒരു കൊലപ്പുള്ളിയെയോ? കാട്ടിലും ദൈവമുണ്ട്. കൊലപ്പുള്ളി ആയാലും പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരു പാവപ്പെട്ടവളും ഉണ്ട്. കുട്ടിക്കാലം മുതൽക്കേ കൊണ്ട് നടന്ന ആഗ്രഹമല്ലേ. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലും എന്റെ ആഗ്രഹം ഗതികെട്ടാതെ ഇവിടെയൊക്കെ അലയരുത്. എന്നെ സ്വീകരിക്കൂ രാജേട്ട, അങ്ങയുടെ ഭാര്യയെ സ്വീകരിക്കൂ. ശരി. സമാധാനമായിരിക്കൂ ഡോക്ടർ. ഈ ലോക്കപ്പിനകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഡോക്ടർ മോഹൻകുമാറിന് അറിയാമോ? അറിയാമോ മോഹൻ? ഈശ്വരാനുഗ്രഹം കൊണ്ടായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ. അതെ, എല്ലാം മറന്നുപോയ എന്റെ സഹോദരി രക്ഷിക്കാൻ വേണ്ടി എല്ലാ സൽഗുണങ്ങളുമുള്ള ഡോക്ടർ മോഹൻ എനിക്ക് കിട്ടിയത് എന്റെ ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ഡോക്ടർ അങ്ങനെ പറയരുത്. ഇതെന്റെ കടമയല്ലേ? കടമയോ ത്യാഗമോ എന്തുമായിക്കൊള്ളട്ടെ, എന്റെ സഹോദരിക്ക് ഡോക്ടർ മോഹൻ ഉണ്ടെന്നുള്ള ഒറ്റ ധൈര്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ കഴിയുന്നത്. ഈ ഭൂമിയിൽ മറ്റാർക്കും അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവകാശമില്ല. കസിനാണെന്നും പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ വീണ്ടും വന്നാലോ? വീണ്ടും വന്നാൽ എന്ത് ചെയ്യണമെന്ന് ആരോഗ്യവാനായ ഡോക്ടർ മോഹൻകുമാറിനോട് ഞാൻ പറഞ്ഞു തരണോ? മതി, എനിക്കത് കേട്ടാൽ മതി.
മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ശ്രീദേവിയെ സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് വിധേയയാക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇക്കാര്യത്തിൽ എന്റെ അഭിപ്രായമൊന്നും നോക്കണ്ട. ശ്രീദേവിക്ക് വേണ്ടി മോഹൻ ചെയ്യുന്നതെല്ലാം നല്ലതിനായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സദാസമയവും ഒരു കൊച്ചുകുട്ടിയെ പോലെ ഓടിച്ചാടി നടന്നവളാണ് എന്റെ പൊന്നനുജത്തി. അവളുടെ ഈ നില എനിക്ക് സഹിക്കാനാകുന്നില്ല മോഹൻ. അനിയത്തി, നീ എന്നെ ചേട്ടാന്ന് വിളിക്കൂ. എപ്പോഴും ഓരോ കാര്യത്തിന് വേണ്ടി ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ പിന്നാലെ നടന്നിട്ടുള്ള നീ ഒരിക്കലും നീ ചേട്ടാന്ന് വിളിക്കൂ അനിയത്തി. ഈശ്വര, എന്റെ അനുജത്തിക്ക് എന്നെ മനസ്സിലാകുന്ന പോലുമില്ലല്ലോ. അങ്ങ് സമാധാനിക്കൂ. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാൾ മുകളിലുണ്ട്. ഡോക്ടർ, സമയമായി അല്ലേ? അതെ ഡോക്ടർ, എന്റെ ശ്രീദേവിയെ ഞങ്ങൾ വീണ്ടും വരാം. ഡോക്ടർ രാജേന്ദ്രനെ ഈ കേസിൽ നിന്ന് രക്ഷിച്ചെടുത്തിട്ട് മിസ് ജയലക്ഷ്മിക്ക് എന്ത് വേണം? നിങ്ങളുടെ ഈ പരിഭ്രമവും ആകാംക്ഷയൊക്കെ കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. അങ്ങ് വീണ്ടും അത് തന്നെ പറയുന്നു. ഞാനും മിസ് ജയലക്ഷ്മി അല്ല, മിസ്സസ് ഡോക്ടർ രാജേന്ദ്രനാണ്. വാട്ട് യു മീൻ? അതെ സർ, ഡോക്ടർ രാജേന്ദ്രൻ എന്റെ ഭർത്താവാണ്. ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ നിങ്ങളുടെ ഫാമിലി അഡ്വക്കേറ്റാണ്. ഞാൻ പോലും അറിയാതെ ഇങ്ങനൊരു ബന്ധമോ? സംഭവിച്ചതെല്ലാം ഇനി ഒരിക്കൽ സൗകര്യത്തിന് പറയാം. തൽക്കാലം എന്റെ ഭർത്താവിന് വേണ്ടി അങ്ങ് കോടതിയിൽ ഹാജരാകണം. ഈ കേസിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ എന്റെ സ്വത്ത് മുഴുവനും മാറ്റിവെക്കും. അങ്ങനെ സഹായിക്കണം. ഇങ്ങനെയൊക്കെയാണ് വസ്തുതകളെന്ന് എനിക്കറിയില്ലായിരുന്നു. ഡോക്ടർ രാജേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യും. കേസ് ആദ്യം ഒന്ന് പഠിക്കാൻ എനിക്ക് സമയം തരും. ശരി സാർ. ഈ വീട് ഏതാണെന്നറിയാമോ? നിന്റെ വീടാണ്. നീയും നിന്റെ ചേട്ടനും കൂടി താമസിച്ചിരുന്ന വീട്. ചേട്ടൻ ആശുപത്രിയിൽ നിന്നും വരുന്നതും കാത്ത് എന്നും സന്ധ്യയ്ക്ക് നീ വാതിക്കൽ വന്ന് നിൽക്കുമായിരുന്നു. അതൊന്നും നീ ഓർക്കുന്നില്ലേ? വരൂ. നിന്റെ ചേട്ടനെ കാണാൻ എന്നും അതിഥികൾ വന്നിരിക്കാറുള്ള സ്വീകരണ മുറിയാണിത്. നോക്കൂ, ഈ കുഷൻ കവറെല്ലാം നീ നിന്റെ സ്വന്തം കൈകൊണ്ട് തുന്നിയതാണ്. എത്ര മനോഹരമായിട്ടാണ് നീ മുറി അലങ്കരിച്ചിരിക്കുന്നത്. അന്നൊരു ദിവസം രാവിലെ ഞാൻ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. മറ്റാരോ ആണെന്ന് കരുതി ഒച്ച വെച്ചുകൊണ്ട് നീ വന്ന് കതക് തുറന്നു. എന്നെ കണ്ടപ്പോൾ നീ പകച്ചു. ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതിന് നീ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ക്ഷമിക്കാൻ മനസ്സില്ലെങ്കിലോ എന്ന്. അതൊന്നും നീ ഓർക്കുന്നില്ലേ ശ്രീദേവി?
ഈ വീട്ടിൽ കൊണ്ടുവന്നാലെങ്കിലും നിനക്ക് എന്തെങ്കിലും ഓർമ്മിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതി.